ലഭ്യമായിരിക്കുന്നത്. രഞ്ജിത്ത്, നമുക്ക് അല്പൂടെ വ്യക്തമായ ചിത്രം വരുന്നുണ്ട്. കട്ടൻ ചായയും പരിപ്പൂടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുൻ പേജ് റിലീസാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, EP ജയരാജനുമായി BB അരുൺ അല്പസമയം മുമ്പ് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇങ്ങനെയാണ്: EP ജയരാജൻ താൻ പുസ്തകം എഴുതുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. താൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. DC ബുക്സ് തന്നെയായിരിക്കാം പ്രസാധകര്, പക്ഷേ ആ പുസ്തകം പൂർത്തിയായിട്ടില്ല. ഇന്നത്തെ ദിവസം ഈ വാർത്ത വരുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഒരു കാര്യം വ്യക്തമാണ്, സമാനമായ ഉള്ളടക്കമാവാം ആ ബുക്കിലുള്ളത്. എന്തായാലും EP ജയരാജൻ ഇപ്പോൾ ഈ വാദങ്ങൾ നിഷേധിക്കുന്നു എന്നതാണ് സാഹചര്യം. ഗൂഢാലോചനയുണ്ട്. ഇന്നത്തെ ദിവസം ഈ വാർത്ത പുറത്തു വന്നതിൽ താൻ ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ല, അതിന്റെ പണിപ്പുരയിലാണ്, എഴുത്ത് പൂർത്തിയായിട്ടില്ല എന്നതാണ് EP ജയരാജൻ വിശദീകരിക്കുന്ന കാര്യം. എന്തായാലും അങ്ങേറ്റം വിവാദമാകുന്ന നീക്കമാണ് ഈ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം CPM-നെയും പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് അങ്ങേയറ്റം വലുതാണ്. എന്തായാലും EP ജയരാജൻ നിഷേധിക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഗൂഢാലോചനയാണോ? ഇത് മറ്റൊരു കാര്യം, ഈ BB അരുൺ രാവിലെ EP ജയരാജനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ആ വാക്കുകളിലേക്ക്